തൃശൂരിൽ വീണ്ടും കോടികളുടെ ഇറിഡിയം തട്ടിപ്പ്. തൃശൂർ, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് 500 കോടി തട്ടിയതായാണ് പരാതി. 3 പീടിക സ്വദേശി ഹരിദാസ്, ഇരിങ്ങാലക്കുട സ്വദേശി ജിഷ എന്നിവരുടെ നേതൃത്വത്തിൽ പണം തട്ടിയെന്നാണ് പരാതി. വേൾഡ് ബാങ്കുകളിൽ ഡെത്ത് മണിയായിട്ട് ഫണ്ട് എടുക്കണം പറഞ്ഞു, അതായത് മരിച്ചുപോയ അതേപോലത്തെ ഫണ്ട് എടുക്കണം പറഞ്ഞു. അപ്പോൾ ആ ഫണ്ട് രൂപീകരിച്ച് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ട്രസ്റ്റ് മുഖേന പാവപ്പെട്ട ആൾക്കാർക്ക് എത്തിക്കുക എന്നാണ് ഇവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അതിന് ലീഗലായിട്ട് ഇടപെടുമ്പോൾ പൈസ ചിലവുണ്ട്. ആ പൈസയാണ് ഈ ജനങ്ങളിൽ നിന്ന് ഇവർ കളക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ആദ്യം പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് പിന്നെ ഇവർ പറഞ്ഞു ഭക്തിപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെയാണ് ഇവർ ഇതിലേക്ക് കുറേ ആൾക്കാരെ ആകർഷിച്ചിട്ടുള്ളത്. ഇറിഡിയത്തിലേക്ക് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടാണ് കുറേ കാലം കഴിയുമ്പോഴാണ് ഓരോരുത്തരും ഇങ്ങനെ പറയുന്നത് ഒരു ലോഹവസ്തുവാണ്, ഇറിഡിയത്തിൻ്റെ ബിസിനസ് ആണെന്നുള്ള ഇത്. അതൊന്നും നമ്മൾ തുടക്കത്തിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ തുടക്കത്തിൽ അറിഞ്ഞെങ്കിൽ നമുക്ക് അറിയാമല്ലോ, നടക്കാത്ത കേസാണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയാണ് പലരും ഇത് പറഞ്ഞു കേട്ടിട്ടാണ് നമ്മൾ പിന്നെ ഈ ഇറിഡിയം എന്നുള്ളത് മനസ്സിലാക്കിയത്. അപ്പോൾ ഇപ്പോൾ ഇത് പബ്ലിസിറ്റി ആയിരിക്കുന്നത് ഇറിഡിയം ബിസിനസ് ആണെന്ന് പറഞ്ഞിട്ടാണ്. ഇതിൻ്റെ പേരിൽ ഒരു കോടികൾ, ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ മേടിച്ചിട്ടുണ്ട്. ഞാൻ 5 ലക്ഷം റുപ്യോളം കൊടുത്തു. ചേട്ടൻ എത്ര രൂപ കിട്ടുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു? അന്നത്തെ കാലത്ത് അൺഒഫീഷ്യലി അവർ പറഞ്ഞു 50 CR വരെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊക്കെ മാറി മറിഞ്ഞു, ഇൻട്രസ്റ്റ് കൂടി, പണം മൾട്ടിപ്ലൈ ആയി, ഇനിയിപ്പോൾ ഇതിലും കൂടുതൽ കിട്ടും എന്നൊക്കെയാണ് അവർ അന്ന് പറഞ്ഞിരുന്നത്. ഒരു പൈസ കിട്ടിയിട്ടില്ല. ചോദിക്കുമ്പോൾ അവർ വയലന്റ് ആവുക, അഗ്രസീവ് ആവുക, നമ്മളോട് എതിർത്ത് വരും. നമ്മുടെ പണം അതാണെന്ന് അവർ പറഞ്ഞത്. ഇറിഡിയത്തിന്റെ ആണോ ഫണ്ട്, എന്തിന്റെ ആണെന്ന് അവർ ഇതുവരെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല. ലിഷോയാണ് വിവരങ്ങളുമായുള്ളത്. ലിഷോ, ഇത് കേരളത്തിലെ ഒരു പരമ്പരാഗത തട്ടിപ്പാണ്. ഇറിഡിയം, നക്ഷത്ര മത്സ്യം, റൈസ് പുള്ളർ തുടങ്ങി ഒരുപാട് ഇതുപോലെയുള്ള തട്ടിപ്പുകളുണ്ട്. 5 ലക്ഷം കൊടുത്താൽ 50 കോടി കിട്ടും എന്നൊക്കെ വിചാരിച്ച ആളുകൾ ഇപ്പോഴും ഇതിൽ പൈസ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കുറ്റകൃത്യം എന്നുള്ളതുപരി തമാശയായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എത്ര ആളുടെ പൈസ പോയിട്ടുണ്ട് അവിടെ? വിഷോയ് പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല, ഓഡിയോയ്ക്ക് പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വലിയ തട്ടിപ്പാണ് ഇരിങ്ങാലക്കുട ഭാഗത്ത് നടന്നിട്ടുള്ളത്. തൃശൂർ, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് 500 കോടി രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് ഉള്ള വിവരം. വിഷോയ് പറഞ്ഞോളൂ. അതായത് നമ്മളോട് ഈ സംസാരിച്ച മനോജ് എന്ന് പറയുന്ന പരാതിക്കാരൻ, ഈ പരാതിക്കാരൻ പറയുന്നതനുസരിച്ച് മാപ്രാണം, ഇരിങ്ങാലക്കുട മേഖലയിൽ മാത്രം കോടികളുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതായത് 1 ലക്ഷം മുതൽ 5000 രൂപ മുതൽ 1 കോടി രൂപ വരെ ഒരാൾ മാത്രം ഇത്തരത്തിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ നൽകുന്ന ആളുകൾക്ക് ആദ്യഘട്ടത്തിൽ നൽകിയ ഒരു വാഗ്ദാനം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു തമാശ. കാരണം 5000 രൂപ നൽകിയാൽ 5 കോടി രൂപ വരെ നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ നിക്ഷേപം സ്വീകരിച്ചത്. ഇത് 2018 മുതലാണ് തൃശൂർ ജില്ലയിൽ ഈ മേഖലയിലെല്ലാം തന്നെ ഈ കൈപ്പമംഗലം സ്വദേശിയുടെ ഭാഗത്തു നിന്നും ഈ തട്ടിപ്പ് ആരംഭിച്ചത്. 2018 മുതൽ ഇങ്ങോട്ടേക്ക് പല തവണ ഇത്തരത്തിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പല നിക്ഷേപകരുമായി സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് ചിലർ 25 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്, ചിലർ 2 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്, ചിലർ 5 ലക്ഷം, അതുപോലെ തന്നെ 1 കോടി രൂപ വരെ നൽകിയ നിക്ഷേപകരുമായി നമ്മൾ സംസാരിച്ചു. പക്ഷേ പലരും ഇപ്പോഴും ഇത് പുറത്തു പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. കാരണം അടുത്ത ദിവസങ്ങളിൽ തങ്ങൾക്ക് പണം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഇപ്പോഴും പലരും കഴിയുന്നു എന്നുള്ളതാണ്. പക്ഷേ യാതൊരു വിധത്തിലും ഇത്തരത്തിൽ ഇങ്ങനെയുള്ള നിക്ഷേപങ്ങൾക്ക് ഇരട്ടിയായും അതുപോലെ തന്നെ എത്രയോ ഇരട്ടിയായും പണം തിരികെ ലഭിച്ചിട്ടുള്ളതായിട്ട് ആർക്കും തന്നെ അറിവില്ല എന്നുള്ളതാണ് ഇവർ തന്നെ പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുട SP ഓഫീസിൽ ഇത് സംബന്ധിച്ച പരാതി ലഭ്യമായിട്ടുണ്ട്. ഈ പരാതിക്കാർ, കൂടുതൽ പണം നൽകിയ പരാതിക്കാർ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് പോലീസും പറയുന്നത്. അങ്ങനെയാണെങ്കിലാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഈ വിശദാംശങ്ങൾ പോലീസിന് ശേഖരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ആയി തങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘം ഈ തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ തോതിലുള്ള ഒരു നിക്ഷേപ തട്ടിപ്പ് തൃശ്ശൂരിനെ സംബന്ധിച്ച് പല തരത്തിലുള്ള നിക്ഷേപ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ വീണ്ടും അടുത്ത ഒരു കോടികളുടെ ഒരു തട്ടിപ്പാണ് ഇറിഡിയം തട്ടിപ്പ് എന്നുള്ള രീതിക്ക് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു തട്ടിപ്പ് കൂടി, ഇറിഡിയം തട്ടിപ്പ് മുമ്പും ഉണ്ടായിട്ടുള്ളതാണ്. എന്തായാലും 5 ലക്ഷം കൊടുത്താൽ 50 കോടി തിരികെ കിട്ടുമെന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളുള്ള നാട്ടിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതുപോലെയാണ്, തട്ടിപ്പിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ജനങ്ങൾ. ഇവിടെ തട്ടിപ്പ് ഉണ്ടായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ.